പ്രവർത്തിക്കട്ടെ. നിന്നെ അടങ്ങിയിരിക്കുവാനല്ല നിന്നെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. നീ അടങ്ങി ഒതുങ്ങിയിരിക്കുവാനല്ല ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇന്ന് പകൽ പുറത്തു വരുവാന്. ഇന്ന് പകൽ നീ ശക്തി പ്രാപിക്കുവാൻ വേണ്ടിയാ. ഇന്ന് പകൽ നീ ജലത്തെ പ്രാപിച്ചു മടങ്ങുവാൻ വേണ്ടിയാ. ഇന്ന് പകൽ സ്വർഗം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാമത്തില് അപ്പ നീ സംസാരിച്ചോണ്ടിരിക്കുന്ന സ്തോത്രമ്മ. അവസരം വെളിപ്പെട്ടിരിക്കുന്ന സ്തോത്രമ്മ. ദൂതുകൾ വെളിപ്പെട്ടിരിക്കുന്ന സ്തോത്രമ്മ. നീ യാത്ര തുടങ്ങിയിട്ട് ഒരു യാത്ര തുടങ്ങി. ദൈവം വിളിച്ച് നിന്നെ പുറത്തടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. പക്ഷെ യാത്ര തുടങ്ങിയ ശേഷം ആ ശത്രുവിന്റെ കരങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെട്ടെന്ന് നീ വിചാരിക്കുമ്പോഴും ഇവൻ നിന്നെ പിന്തുടർന്ന് നിന്നെ വിടാതെ പിന്തുടർന്ന ഒരു അനുഭവം. അങ്ങനെ ഇരിക്കുമ്പോൾ മോശയും ഇസ്രായേലിലെ ജനം ആ റെഡ് സീഡ് അവിടെ കടന്നെത്തുമ്പോൾ അസാധ്യമെന്ന് തോന്നിയ വഴിയ, അസാധ്യമെന്ന് തോന്നിയ കാര്യങ്ങള് ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവം അവനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നിനക്ക് അസാധ്യമെന്ന് തോന്നിയാലും എനിക്ക് അസാധ്യമില്ല. ഞാൻ നിനക്ക് അസാധ്യമെന്ന് തോന്നുന്ന ചില വിഷയങ്ങളുടെ മേളില് ഞാൻ അതിനെ സാധ്യമാക്കാൻ പോകുക. എന്റെ കരങ്ങളെ നീക്കി അതിനുമേൽ ഞാൻ പ്രവർത്തിക്കാൻ പോകുന്ന ദൈവം എന്നുള്ള കാര്യം ഇന്ന് പകൽ മറന്നു പോകല്ല. ഇന്ന് പകൽ വ്യക്തമായിട്ട് ദൈവത്തിന്റെ ദൂത് വിളിച്ചു പറയുന്നു. യേശുവിന്റെ നാമത്തിൽ നീ വഴിയിലും യാത്ര തിരിച്ച് വഴിയുടെ മധ്യയിലെത്തിയിട്ടും നിനക്ക് അസാധ്യമെന്ന് തോന്നുന്ന മണ്ഡലങ്ങളിൽ ഇന്ന് പകൽ ദൈവം ദൈവത്തെ ശബ്ദം ഇങ്ങനെ കേൾപ്പിക്കുന്നു. ഇന്ന് പകൽ നിനക്ക് അസാധ്യമെന്ന് തോന്നുന്ന ചില വിഷയങ്ങൾ മണ്ഡല ഞാൻ സാധ്യമാക്കി തരുന്ന ദൈവമോ. മനുഷ്യന്റെ ചിന്തയുടെ മന്ദിയില് അവൻ ചിന്തിക്കുന്നതിന് അപ്പുറമായ ചില വഴികള് മാനുഷ്യമായി ചിന്തിക്കുക അടഞ്ഞു കിടക്കുന്ന വഴിയ. പക്ഷെ ഈ കടല് നിനക്ക് വേണ്ടി രണ്ടായി വിഭാഗിക്കപ്പെടുക ചെയ്യുക. നീ ആശ്രയിക്കുന്ന ദൈവമ, നീ വിളിക്കുന്ന ദൈവമ, നിന്റെ വിഷയത്തിന് മേൽ അവൻ കരം നീട്ടി നിനക്ക് വേണ്ടി രണ്ടായി വിഭാഗിക്കപ്പെടും. നിനക്ക് വേണ്ടി കടലുകൾ മാറിത്തരൂ. എത്ര പേർക്ക് ദൂത് ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ട്? ഇന്ന് പകൽ ദൂത് ഏറ്റെടുത്തോണം. ചില വിഷയങ്ങൾക്ക് വേണ്ടി അസാധ്യമെന്ന് തോന്നുന്ന ചില വിഷയങ്ങൾക്ക് വേണ്ടി വഴികൾ തുറക്കപ്പെടാതിരിക്കുമ്പോൾ ഇന്ന് പകൽ നീ ദൈവത്തെ ആശ്രയിക്കുന്നെങ്കിൽ, ദൈവം നിന്നെ വിളിച്ചിറക്കിയെങ്കിൽ, ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവത്തോട് നോക്കുവാൻ തയ്യാറാകില്ല. ശരിക്കും നീ തയ്യാറാങ്കിൽ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആ കടലിൽ കൂടെ വഴികൾ ദൈവം ഒരുക്കിയത. ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അപ്രത്യക്ഷമായ നീ പ്രതീക്ഷിക്കാത്ത ചില മണ്ഡലങ്ങളിൽ ദൈവം നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കാൻ പോകുക. ശത്രു പറയും ഇവിടെ അവസാനിച്ചു എന്ന് പറയുമ്പോൾ ദൈവം പറയുന്നത് ഇന്ന് ഇവിടെ അവസാനിച്ചിട്ടില്ല. നിനക്ക് മുന്നോട്ടൊരു യാത്രയുണ്ട്. നീ അക്കരയിലോട്ട് നീ എത്തുകയാണ് ചെയ്യുക. ഇന്ന് പകൽ വിശ്വസിക്കുക. ദൈവത്തിന്റെ കരം നിന്റെ മേലുണ്ട്. ശത്രുന്നുണ്ട്. കടലിനെ അടക്കി വന്നിട്ടും മുന്നോട്ട് പോകാത്ത രീതിയിൽ കുറെ ശത്രു വീഴുമ്പോഴും നിന്നെ പിടിച്ച പാറ്റികളെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്നോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ നീ കനാൻ ദേശത്തിൽ എത്തുമെന്ന് വാഗ്ദത്തം ദൈവം ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്നെ അവിടെ എത്തിക്കുവാൻ ഇന്നപോലെ സർവശക്തനായ ദൈവം വിശ്വസ്തനാ. നിന്നെ വെറുതെ അല്ല വിളിച്ചിറക്കിയത്. നിന്നെ വെറുതെ അല്ല ഞാൻ വിളിച്ചിറക്കിയത്. നിന്നെ വിളിച്ചിറക്കിയതിന് ഒരു പർപ്പസ് ഉണ്ട്. നിന്നെ വിളിച്ചിറക്കിയതിന് ഒരു ഉദ്ദേശമുണ്ട്. ചിലതിനെ നയിക്കുവാൻ വേണ്ടി, ചിലതിനെ നയിക്കുവാൻ വേണ്ടി. കരങ്ങളെ അടിച്ചു നിങ്ങൾ തന്നെ ആരാധിച്ചാട്ടെ. ഇന്ന് പകല ദൂതുകൾ ഒന്ന് ഏറ്റെടുത്താട്ടെ. ഇന്ന് പകൽ ദൂതുകൾ ഏറ്റെടുത്താട്ടെ. ഓ
എത്ര പേർക്ക് ഇന്ന് മനസ്സിലാകും സാധ്യമെന്ന് തോന്നുന്ന ചില മണ്ഡലങ്ങളുണ്ട്. ഇന്ന് പക സ്വർഗം നിനക്ക് വേണ്ടി തുറക്കാൻ പോകുക. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇക്കരെ അക്കരയ്ക്ക് എത്തിക്കുമെന്ന് വാഗ്ദത്തം മേലുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിക്കും. നിന്നെ വിടിവിക്കുമെന്ന് വാഗ്ദത്തം ഉണ്ടെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിക്കും. നിന്നെ സൗഖ്യമാക്കുമെന്ന് വാഗ്ദത്തം ഉണ്ടെങ്കിൽ ഇന്ന് പക അങ്ങനെ തന്നെ സംഭവിക്കും. ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചോണ്ട് കടല് ദൈവം പറയാതെ കടൽ പിന്നെ ഒരുമിച്ചാകത്തില്ല. ദൈവം പറയാതെ ആ വെള്ളം നീ ഒരുമിക്കത്തില്ല. നിനക്ക് വേണ്ടി വഴിമാറേണ്ട വിഷയങ്ങൾ നിനക്ക് വേണ്ടി വഴിമാറും. ദൈവം നിന്നെ ക്രോസ് ചെയ്യാതെ ദൈവം അതിനെ അടയ്ക്കത്തില്ല എന്നർത്ഥം. ഇന്ന് പകൽ നിന്റെ വിഷയത്തില്ല നീ യാത്ര കംപ്ലീറ്റ് ആയ ശേഷം നീ അക്കരയ്ക്ക് എത്തിയ ശേഷം ഇന്ന് പകൽ ചിലതിനെ ദൈവം അടയ്ക്കാൻ പോകുക. ദൈവം പറഞ്ഞിട്ട് നീ യാത്ര തിരിക്കുന്നെങ്കിൽ ആ വഴി നിനക്ക് വേണ്ടി അടയത്തില്ല. ആമേൻ. കാറ്റുകളും തിരുമാലകളും വന്നാലും അത് നിന്റെ വാക്കിന്റെ മുന്നിൽ അനുസരിക്കാം. കാരണം അതിനെ നയിക്കുന്നതും അതിനെ നടത്തുന്നതും അതിന് മേൽ അധികാരമുള്ള നാസന യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ.